വലൈക്കും. ഇപ്പോൾ മൗലിദിൻ്റെ കാലം കഴിഞ്ഞു. ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾ മൗലിദിൻ്റെ കാലങ്ങളായിരുന്നു. സുന്നികൾക്ക് ഒരുപാട് കൊഴുത്തുകാലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ചോദ്യം, പിന്നെ മൗലിദിനെ കുറിച്ച് നദ്വത്തുൽ മുജാഹിദിൻ്റെ വിശ്വാസം, മൗലിദിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചാണ് ആദ്യമായി എൻ്റെ സംശയം. എന്നിട്ടാണ് അത് ചൊല്ലാൻ പറ്റുമോ എന്നുള്ള സംശയം. മൗലിദിൻ്റെ ഉള്ളടക്കം മുഴുവനും അസംബന്ധമാണ്. ഇതാണ് നജ്വത്തുൽ മുജാഹിദിൻ്റെ വിശ്വാസം. എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരുപാട് അസംബന്ധങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒന്ന്, റസൂലുള്ളാഹിന്റെ നൂറാണ് ലോകത്ത് ആദ്യം പടക്കപ്പെട്ടത് എന്ന ആനത്തലയോളം വരുന്ന ഒരു അസംബന്ധം അതിലുണ്ട്. അത് തെളിയിക്കാൻ സുന്നി നേതാക്കന്മാർക്ക് ഒരിക്കലും കഴിയില്ല എന്നും, സ്വഹീഹായ ഒരൊറ്റ ഹദീസ് കൊണ്ട് അത് തെളിയിക്കാൻ കഴിയില്ല എന്നും, ലോകത്തുള്ള ഒരു കിതാബ് കൊണ്ടും അത് ഈ സദസ്സിന് മുമ്പ് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് വെല്ലുവിളിയുടെ സ്ഥലത്തോടെ ഞാൻ ചോദിക്കുകയാണ്. ഉത്തരം പറഞ്ഞാൽ അടുത്തതിലേക്ക് ഞാൻ കിടക്കും. നിങ്ങളിലേറെ വലിയ ശക്തിയിൽ സക്കരിയ പടത് ഒച്ചട്ടിരുന്നു. പിന്നെ സക്കരിയ സലാഹി എത്ര ഒച്ചയില്ല, നിങ്ങൾക്ക് ഒച്ച എവിടെ? ഇയാളെ ശബ്ദം എന്ത് അലറല്ലായിരുന്നു അയാള്. അലവിക്ക് കഴിയുമോ എന്ന് ചോദിച്ചു വെല്ലുവിളി. ഞാൻ കിതാബ് കൊടുത്തെങ്ങനെയാണ് വായിച്ചു കൊടുത്തു. ഓരോ ചോദ്യവും ഓരോ മറുപടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. ബഹുമാനപ്പെട്ട ഇമാം ഹിജറ 212 വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് അബ്ദുർ റസാഖ് തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തി വെച്ച ഒരു ഹദീസുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ തിരുസൃഷ്ടിപ്പിനെ കുറിച്ച് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയേ, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ വെച്ച് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത് എന്താണ് നബിയേ? ഏതു വസ്തുവായിരുന്നു? അഖ്ബിർനി അൻ അയ്യി ശൈഇൻ ഖലഖഹുല്ലാഹ്. അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ച വസ്തു എന്താണ് എന്ന കാര്യം തങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം നബിയേ എന്ന് ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയുന്നു, ആരംഭ റസൂലുള്ളാഹി ഫഖാല, അവിടെന്ന് പറഞ്ഞു, ഹുവ നൂറു നബിയിക യാ ജാബിർ ഖാല റസൂലുള്ളാഹി, അത് നിന്റെ പ്രവാചകരുടെ നൂറാണ് ജാബിറേ ഖാല റസൂലുള്ളാഹി. ഇതുകൊണ്ടാ ഞങ്ങളെ മൗലിദിലൊക്കെ അങ്ങനെയുള്ളത്. സുബ്ഹാനല്ലദീ തുലഅ ഫീ ശഹ്രി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ എന്ന് മങ്കൂസ് മൗലിദിലൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാ റസൂലുള്ളാഹിന്റെ നൂറാണ് ആദ്യമായി സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ ഹദീസ് ഞാനിവിടെ ഉദ്ധരിച്ചു. അപ്പൊ സക്കരിയ സലാഹി പറയുകയാണ്, ഇന്ന് നിലവിലുള്ള മുസന്നഫിന്റെ കോപ്പികളിലൊന്നും അതില്ല. ഹനീഫ കായക്കോടി ഒരിക്കൽ വന്നു, മൂപ്പരും അതിൽ പങ്കാളിയായി. ഹനീഫ കായക്കോടിയുടെ ചോദ്യവും ഉത്തരവും ഇൻഷാ അല്ലാഹ് ഞാനിവിടെ കേൾപ്പിക്കുന്നുണ്ട്. അത് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. അത് ഇന്നലെ എനിക്ക് വെക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഏതാവട്ടെ, ഞാൻ പറയുന്നത്, അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എന്താ ആ ഹദീസ് ഇന്ന് മുസന്നഫിലില്ല. സഹോദരന്മാരെ, മുസന്നഫ് ഇന്ന് നിലവിലുള്ള മുസന്നഫ് എന്ന് പറയുന്ന മുസന്നഫ് അബ്ദുർ റസാഖ്, ആ മുസന്നഫ് അബ്ദുർ റസാഖിൽ സഹോദരന്മാരെ അതിന്റെ ആമുഖത്തിൽ അതിന്ന് അച്ചടിച്ച് വന്നപ്പോ ഈ ഹദീസല്ല, ഇതുപോലെ ഒരുപാട് ഹദീസുകൾ അതിലില്ല. ഇല്ലാന്ന് ഞാൻ പറയല്ല. അതിന്റെ ആമുഖത്തിൽ അത് പ്രിന്റ് ചെയ്യാൻ മുന്നോട്ട് വന്ന ഹബീബുർ റഹ്മാൻ അൽ ആലമി എന്ന് പറയുന്ന ആള് മൂപ്പര് തന്നെ പറയുന്നു, തംബീഹുൻ, ഇതൊരു ഉത്ബോധനാണ്. എന്താ? ഇന്ന നുസഹല്ലത്തി അസർന അലൈഹ ഔ അല്ലത്തി അഹറസ്നാഹ മുസവ്വറതൻ ഔ മഖൂതതൻ വഅതമദ്നാഹ ഫി ഇദാദി ഹാദ ദീവാനുൽ ജരീരി ലിതബർ കുല്ലുഹാ നാഖിസ ഇല്ലാ നുസ്ഖത മുറാദുല്ല. അയാൾ പറയുന്നു, ഞാൻ ഈ നിലവിലുള്ള മുസന്നഫ് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ലൈബ്രറികളിൽ തപ്പിത്തെരഞ്ഞ് കണ്ടുപിടിച്ചു. പല നുസ്ഖകളും നോക്കി. ഏത് നുസ്ഖ നോക്കിയപ്പോൾ ഞാൻ കണ്ട നുസ്ഖകളിലൊക്കെ കുറെ കുറവുണ്ട്, ചില നുഖ്സാനുകളുണ്ട്, കുറവുകളുണ്ട്. പലതിലും ചില ഹദീസ് കാണുന്നില്ല. വഫീ ഫാത്തിഹത്തിൽ മുജല്ലദിൽ ഖാമിസ് അദ്ദേഹം പറയുന്നു, കണ്ടോ, ഫഇന്നഹാ കാമിലത്തുൻ ഇല്ലാ നഖ്സൻ ബസീതൻ ഫി അവ്വലിഹാ, ഒന്നാം വാല്യത്തിൽ കുറവുണ്ട്. അതുപോലെ തന്നെ വഫീ ഫാത്തിഹത്തിൽ മുജല്ലദിൽ ഖാമിസി, അഞ്ചാം വാല്യത്തിന്റെ ആമുഖത്തിലും കുറവുണ്ട്. പല ഹദീസും കാണുന്നില്ല. എന്നാലും ഉള്ള എനിക്ക് കിട്ടിയ ഹദീസുകൾ ഞാൻ പരമാവധി ശേഖരിച്ചുകൊണ്ടാണ് ഈ മുസന്നഫ് പബ്ലിഷ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫലിതംബീഹി അലാ നഖ്സിൻ നുസ്ഖതി മിൻ അവ്വലിഹാ നത്റുക ഹാദിഹിൽ വറഖത ഫാരിഖതൻ ആമിലീന മിന സാദത്തിൽ ഉലമാഇൽ
الباحثين بدل الخبرة بالمخطوطات أن يساعدونا على سد هذا الفراغ. അതുകൊണ്ട് തന്നെ ഇത് പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതിന്റെ ആമുഖത്തിൽ ചില പേജ് ഞാൻ ഒഴിച്ച് നീക്കി വെക്കുകയാണ്. ആ കാണാതായ ഹദീസ് ആരെങ്കിലും കണ്ടെത്തിയാൽ അവിടെ കുറിച്ചു വെക്കണേ, ചേർത്തു വെക്കണേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞുകൊണ്ടാണ് നിലവിലുള്ള മുസന്നഫ് പബ്ലിഷ് ചെയ്യുന്നത് തന്നെ. അപ്പൊ തന്നെ മനസ്സിലായി നിലവിലുള്ള മുസന്നഫിന്റെ കോപ്പിയിൽ ഹദീസ് സമ്പൂർണ്ണ അല്ല, വ്യക്തമാണ്. അങ്ങനെ സഹോദരന്മാരെ, വർഷം കഴിഞ്ഞു. ഇപ്പോൾ ദുബൈ ഔഖാഫിന്റെ മുൻ ഡയറക്ടറായ ഷെയ്ഖ് ഈസ, ആ ഷെയ്ഖ് ഈസയുടെ പരിശ്രമത്താൽ അയാൾ ലോകമൊന്നാകെ നടന്ന്, അതിന്റെ വിശദമായ ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം നടന്നു പല ലൈബ്രറികളിലും പരതി. അയാൾ പറഞ്ഞു, ഞാൻ മക്കത്തും മദീനത്തും റസൂലുള്ളാഹിന്റെ ഹറമിലും റസൂലുള്ളാഹിന്റെ സവിധത്തിലുമൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഞാനിത് പരതിക്കൊണ്ടേയിരുന്നു. അവസാനം എനിക്ക് ഈ ഹദീസ് ലഭ്യമായി, ഇതുള്ള ഒരു നുസ്ഖ എനിക്ക് ലഭിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അത് പബ്ലിഷ് ചെയ്തത്. ആ പബ്ലിഷ് ചെയ്ത ഗ്രന്ഥമാണിത്, അൽ ജുസ്ഉൽ മഫ്ഖൂദ് മിനൽ ജുസ്ഇൽ അവ്വലി മിനൽ മുസന്നഫി. മുസന്നഫിൽ നിന്ന് കാണാതായ ഹദീസുകളെ സമാഹരിച്ചതിന്റെ 1ാം വാല്യമാകുന്നു എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഇത് പബ്ലിഷ് ചെയ്തു. അപ്പൊ നോക്കുമ്പോ അതിലുണ്ട് 1ാമത്തെ അധ്യായം തന്നെ എന്താണ്? കിതാബുൽ ഈമാൻ എന്ന് പറയുന്ന അധ്യായമാണ്. ആ 1ാമത്തെ കിതാബിൽ 1ാമത്തെ ബാബുൻ ഫീ തഖ്ലീഖി നൂരി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട ഹദീസാണ്. അതിലെ 18ാമത്തെ ഹദീസായി പറയുന്നു, അബ്ദുർ റസാഖ് അൻ മഅ്മർ അൻ ഇബ്നുൽ മുൻകദിർ അൻ ജാബിർ ഖാല സഅൽതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അവ്വലി ശൈഇൻ ഖലഖഹു അല്ലാഹു തആല ഫഖാല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എന്താണ് നബിയെ തങ്ങൾ അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഫഖാല റസൂലുള്ളാഹി പറഞ്ഞു, ഹുവ നൂറു നബിയിക യാ ജാബിർ. ഖാല റസൂലുള്ളാഹി, അത് നിന്റെ നബിയുടെ പ്രവാചകനായ എന്റെ നൂറാകുന്നു. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചതാ. ഈ ഹദീസ് ഞാനിവിടെ ഉദ്ധരിച്ചപ്പോ ഇവിടെ മാറി മാറി വന്ന സക്കരിയയുടെയും അനീഫ കായക്കോടിയുടെയും നെഞ്ചിന് തറക്കുന്ന ഹദീസും ഉദ്ധരണിയുമായി. അപ്പൊ പിന്നെ അണികളെ പിടിച്ചിരുത്തണല്ലോ. അപ്പൊ പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോ ഹനീഫക്ക് സക്കരിയ പഠിപ്പിച്ചു കൊടുത്ത കുറെ ചോദ്യമുണ്ട്. ആ ചോദ്യങ്ങൾ മൂപ്പരിങ്ങനെ വലിയ വായിലിങ്ങനെ ചോദിച്ചു, ആരാണത് പ്രസിദ്ധീകരിച്ചത്, എവിടെയാണത് പ്രസിദ്ധീകരിച്ചത്, ആരാണതിന് അടിക്കുറിപ്പ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഭയങ്കര ചോദ്യം. അപ്പൊ ചോദ്യം ഇങ്ങനെ കേട്ടപ്പോ മുന്നിലിരിക്കുന്ന അനുയായികളെ മുജാഹിദുകൾക്ക് വലിയ ചോദ്യമാണെന്ന് എഴുതിയിട്ട് മുന്നിലിരിക്കുന്നതുകൊണ്ട് ഈ ചോദ്യമൊക്കെ ഇങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്, ഇത് വലിയ സംഗതിയാണെന്ന് കരുതിയിട്ട് സഹോദരന്മാരെ പമ്പര വിട്ടിത്തം അങ്ങനെ ചോദിക്കുകയാണ്. ആ ചോദ്യം അയാളാണ് ചോദിച്ചു. ഞാൻ അടുത്ത പ്രാവശ്യം വന്നു ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞു. പിന്നെ മൂപ്പരെ കാണാനില്ല, പിന്നെ ആ വന്ന ഊക്കില്ല. നിങ്ങൾ നോക്ക്, ഞാൻ ഒരു ഹരം നിങ്ങൾക്ക് കൂടി പഠിക്കാൻ വേണ്ടിയാണ് അയാൾ അന്ന് പറഞ്ഞ ആ ചോദ്യവും മറുപടി, ഹനീഫയുടെ ചോദ്യവും എന്റെ മറുപടി നിങ്ങളൊന്ന് കേൾക്ക്. എന്നാ ഞാൻ ഓരോന്നിനും മറുപടി പറയാം. ബസ് ഓരോ ചോദ്യം പറയട്ടെ, അയാൾ ചോദിക്കട്ടെ, ഞാൻ മറുപടി പറയട്ടെ. സഖാഫിമാര് മറുപടി പറയണം. ആരാണ് ആ മുസന്നഫ് അബ്ദുർ റസാഖ് പുറത്തിറക്കിയത്? മറുപടി പറയുന്നു, അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു മാനി അൽ ഹുമൈരി, അതായത് ദുബൈയിലെ ആ ഔഖാഫിന്റെ ഇസ്ലാമിക് മതകാര്യ വകുപ്പിന്റെ മുൻ ഡയറക്ടറായിരുന്ന വിശ്രുത പണ്ഡിതനാണ്. അദ്ദുക്തൂർ ഈസ ഇബ്നു അബ്ദുല്ലാ എന്ന് പറയുന്ന മഹാപണ്ഡിതനാണ്. അദ്ദേഹമാണ് ഇത് പുറത്തിറക്കിയിട്ടുള്ളത്. ചോദ്യം വരട്ടെ, 1ാം ചോദ്യത്തിന്റെ മറുപടി. കേട്ടോ, ഞാൻ പറഞ്ഞു തരാം. അവതാരിക എഴുതിയ ആള് അഷേഖ് അദ്ദുക്തൂർ മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫിഈ, വലിയ ഹദീസ് പണ്ഡിതനാണ്. തഖരീബ് അദ്ദുക്തൂർ അൽ മുഹദ്ദിസ് മഹ്മൂദ് സഈദ് മംദൂഹ് അൽ മിസ്രി അശ്ശാഫിഈ. 2ാം ചോദ്യത്തിന്റെ മറുപടി. ഈ ചോദിക്ക്, അടുത്ത ചോദ്യം ചോദിക്കേ. എവിടെ നിന്നാണ് ഇത് പുറത്തിറങ്ങിയത്? ദുബൈയിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. ചോദിക്കാം. എവിടെ നിന്നാണ് ഇന്ത്യയിൽ നിന്നാണ് അതിന്റെ കൈയെഴുത്ത് പ്രതി കിട്ടിയത്. സയ്യിദ് മുഹമ്മദ് അമീൻ ബറക്കാത്തി അൽ ഖാദിരി എന്നിവരിൽ നിന്നാണ് അത് കിട്ടിയത്. പറയാം. 1933 റമളാൻ 9 തിങ്കളാഴ്ച ദിവസമാണ് അതിന്റെ കൈയെഴുത്ത് പ്രതി ആ കൈയെഴുത്ത് പ്രതിയിൽ നിന്ന് വിരമിച്ചത്. ചോദിക്കും, ആ കൈയെഴുത്ത് പ്രതി ഉണ്ടാക്കാൻ അവലംബിച്ച കൈയെഴുത്ത് പ്രതി എവിടെയാണുള്ളത്? ഇമാം ഖസ്സലാനിയും ഇമാം സുയൂത്തിയും ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമിയും ഒക്കെ അവലംബിച്ച ഏത് കൈയെഴുത്ത് പ്രതിയാണോ അതേ പ്രതിയിൽ നിന്നാണ് ഇവരും അത് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. പറഞ്ഞു മറുപടി എനിക്കൊന്ന് കേൾക്കണം.
ചോദ്യം കഴിഞ്ഞില്ലേ? മൂപ്പർ ആ പൂജ ചെയ്തോട്ടെ, ഇനി മറുപടി പറയും, എനിക്കൊന്ന് കേൾക്കാറ്. അപ്പൊ അതാണ്. അപ്പൊ അതില്ല എന്ന് പറഞ്ഞത് ശരിയല്ല, അതിനത്രയും പറഞ്ഞു. അടുത്ത ചോദ്യം ചോദിക്കും.